കേരളത്തിലെ ഗതാഗത സംവിധാനത്തിൻ്റെ ചരിത്രത്തിൽ ഒരു മഹത്തായ വികസന പദ്ധതിയായി കുതിരാൻ തുരങ്കം മാറിയിരിക്കുകയാണ്. പാലക്കാട് തൃശൂർ ദേശീയപാതയുടെ ഭാഗമായ കുതിരാൻ മലനിരകൾ ഗതാഗതക്കുരുക്കിനും അപകടങ്ങൾക്കും പേരുകേട്ട സ്ഥലമായിരുന്നു. ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമായി 1.6 കിലോമീറ്റർ നീളമുള്ള ഇരട്ടത്തുരങ്കം നിർമ്മിച്ചതോടെ ദേശീയപാതയിലൂടെ സഞ്ചരിക്കുന്ന ലക്ഷക്കണക്കിന് യാത്രക്കാരുടെയും ചരക്കുവാഹനങ്ങളുടെയും കഷ്ടപ്പാടുകൾ തീർന്നിരിക്കുകയാണ്. കേരളവും തമിഴ്നാടും തമ്മിലുള്ള പ്രധാന ഗതാഗത മാർഗം നാഷണൽ ഹൈവേ 544 ആണ്. എന്നാൽ കുതിരാൻ മലനിരകൾ താണ്ടുന്നതിനുള്ള പരമ്പരാഗത പാത വളവുകളും കയറ്റിറക്കങ്ങളും നിറഞ്ഞതായിരുന്നു. ഇതിനെ തുടർന്ന് വലിയ ഗതാഗതക്കുരുക്ക് പതിവായി ഉണ്ടാകുന്നത്, റോഡപകടങ്ങൾ ഉണ്ടാകുന്നത്, മഴക്കാലത്ത് മണ്ണിടിച്ചിൽ കാരണം റോഡ് തകരാറിലാകുന്നത്, ഇവയെല്ലാം യാത്രക്കാർക്കും വാഹന ഡ്രൈവർമാർക്കും വലിയ ബുദ്ധിമുട്ടായി മാറി. ഇവയെല്ലാം പരിഹരിക്കാനായി കുതിരാൻ തുരങ്കം എന്ന കേരളത്തിലെ ആദ്യ റോഡ് തുരങ്കം നിർമ്മിക്കുകയായിരുന്നു. 1.6 കിലോമീറ്റർ നീളമുള്ള ഇരട്ടത്തുരങ്കങ്ങൾ, CCTV ക്യാമറകൾ, തീ നിർമ്മാർജ്ജന സംവിധാനം, വെന്റിലേഷൻ സംവിധാനം തുടങ്ങിയ സുരക്ഷാ ക്രമീകരണങ്ങൾ അടങ്ങിയ രൂപകൽപ്പന. ഏകദേശം 212 കോടി രൂപയാണ് ഇതിൻ്റെ ചെലവ്. പക്ഷേ മുമ്പ് 30 മിനിറ്റ് എടുത്ത യാത്ര ഇപ്പോൾ 5-10 മിനിറ്റായി കുറഞ്ഞു. കുതിരാൻ തുരങ്കം കേരളത്തിലെ ഗതാഗത വികസനത്തിനുള്ള ഒരു വലിയ നേട്ടമായിരുന്നുവെങ്കിലും ഇതിനെതിരായി ചില വിമർശനങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. പദ്ധതിയുടെ നിർമ്മാണം ആരംഭിച്ച കാലത്തും പൂർത്തിയാക്കിയ ശേഷവും പലവിധത്തിലുള്ള പ്രതിസന്ധികളും പരാതികളും ഉന്നയിക്കപ്പെട്ടു. കുതിരാൻ മലനിരകൾ എക്കോ സെൻസിറ്റീവ് സോൺ ആയി കണക്കാക്കപ്പെടുന്ന ഒരു പ്രദേശമാണ്. തുരങ്ക നിർമ്മാണത്തിനായി ജലസ്രോതസ്സുകൾക്കും വനസമ്പത്തിനും നാശം സംഭവിച്ചുവെന്നും വന്യജീവികളുടെ ആവാസ വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുമോ എന്ന ആശങ്കയും ഉയർന്നിരുന്നു. 2016 പൂർത്തിയാക്കേണ്ടി വന്ന പദ്ധതി 2021 വരെ നീണ്ടതും തുകയുടെയും ചെലവിൻ്റെയും വ്യത്യാസവും ആരോപണങ്ങൾക്ക് കാരണമായി. സാങ്കേതികമായ സുരക്ഷാ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ആശങ്കകളും ആരോപണങ്ങൾക്കിടയാക്കി. കുതിരാൻ തുരങ്കം എത്രയോ ഗുണങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ നിർമ്മാണത്തിനും പ്രവർത്തനത്തിനുമേലും ഉയർന്ന വിമർശനങ്ങളും ആരോപണങ്ങളും വെല്ലുവിളികളും ചെറുതല്ല. അതിനാൽ തന്നെ പ്രകൃതിയോടൊപ്പം പുരോഗമനം നേടേണ്ടതുണ്ടെങ്കിൽ വളർച്ചയും സംരക്ഷണവും കൈകോർത്ത് നടക്കേണ്ടതാണ്. കൂടാതെ പ്രകൃതിയോട് അനുയോജ്യമായ വിധത്തിൽ വികസന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യേണ്ടതുണ്ട്.